നമസ്കാരം സുഹൃത്തുക്കളെ. ഒന്ന് രണ്ട് ദിവസമായി നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയുന്നു കുറച്ച് ദിവസമായി ഡൽഹിയിൽ നടന്നു വന്നുകൊണ്ടിരുന്ന CJPയുടെ സമരം അവസാനിപ്പിച്ചു, അവരൊക്കെ പിരിഞ്ഞുപോയി എന്ന്. പക്ഷേ എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല, സമരം എന്തിനാണ് നിർത്തിയത്? CJP എന്ന ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മ മാത്രമായിരുന്നു ആ സമരം നടത്തിയിരുന്നതെങ്കിൽ, അവരുന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുവെങ്കിൽ അവർക്ക് മാത്രം സമരം നിർത്തി തിരിച്ചു പോകാം. ഇപ്പോൾ അവർ സമരം നിർത്തി തിരിച്ചു പോയിരിക്കുന്നു, അതിൻ്റെ കൂടെ ബാക്കി എല്ലാവരും കൂടെ തിരിച്ചു പോയിരിക്കുന്നു. അതാണ് മനസ്സിലാവാത്തത്. CJPക്ക് ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയായിരുന്നു. അവരത് നേടിയെടുത്തു. എന്നാൽ രാഹുൽ ഗാന്ധിക്കോ ജോൺ ബ്രിട്ടാസിനോ റഹീമിനോ അല്ലെങ്കിൽ അതുപോലുള്ള നൂറുകണക്കിന് നേതാക്കൾക്കോ അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികൾക്കോ ആവശ്യം അത് മാത്രമായിരുന്നില്ല. മോദിയെ താഴെ ഇറക്കണം എന്നല്ലേ അവരുടെ ആവശ്യം? അത് മാത്രമാണോ? ഉമർ ഖാലിദിനെ വിട്ടുകിട്ടണം അല്ലെങ്കിൽ മോചിപ്പിക്കണം, കാശ്മീരിലെ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണം, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. പൗരത്വ ഭേദഗതി നിയമം മാറ്റണം, ഈ UCC കൊണ്ടുവരാൻ പാടില്ല, ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ പാടില്ല, വനിതാ സംവരണം പാടില്ല, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇതിൽ ഒരെണ്ണം പോലും സാധിച്ചതായിട്ട് നമുക്കറിയില്ല. ഏത് വാർത്ത നോക്കിയാലും ഈ CJP ആവശ്യപ്പെട്ട കാര്യം മാത്രം അംഗീകരിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ CJPയുടെ ഒപ്പം കൂടിയ സമരത്തിനിടയിൽ വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയ, അത് വിളിച്ചു പറഞ്ഞ്, അത് പ്ലക്കാർഡായിട്ടും മറ്റും പ്രദർശിപ്പിച്ച അവരുടെ ഒന്നും ഒരാവശ്യവും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായിട്ട് നമുക്കറിയില്ല. അതിനാൽ CJP സമരം നിർത്തി പോയിക്കോട്ടെ, ബാക്കിയുള്ളവർക്ക് സമരം തുടരാം. പക്ഷേ അതവർ ചെയ്യുന്നില്ല. എന്താ, നിങ്ങൾക്ക് ഭയമാണോ? CJP എന്നത് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ അല്ല, രാഷ്ട്രീയ പാർട്ടിയോ സംഘടനയോ ഒന്നുമല്ല. അതൊരു സോഷ്യൽ മീഡിയ കൂട്ടായ്മ മാത്രമാണ്. അവരുടെ ആവശ്യങ്ങൾ ഏതാണ്ട് ഒരു മാസത്തിന് മുകളിൽ കഷ്ടപ്പെട്ട് നേടിയെടുത്തു. അവരുടെ ഒപ്പം കൂടിയ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചില പാർട്ടിക്കൊക്കെ നൂറ്റാണ്ട് പാരമ്പര്യമുണ്ട്. അവർക്കൊന്നും അവരുടെ ഒരു ലക്ഷ്യം പോലും സാധിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ബലഹീനതയാണ്, ശക്തിയില്ലായ്മയാണ് ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി രാഹുൽ ഗാന്ധിയും ബ്രിട്ടാസും റഹീമും ഒക്കെ നിങ്ങളുടെ ആവശ്യങ്ങളുമായി സമരമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങളുടെ ശക്തി എന്താണെന്ന് അറിയാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ശക്തി കാണിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അല്ലാതെ ആരാൻ്റെ ഗർഭത്തിന് ഞാനാണ് ഉത്തരവാദി എന്ന രീതിയിൽ വീരവാദം മുഴക്കരുത്. ആരെങ്കിലും ചാരി നിന്നുകൊണ്ടായിരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടത്. അതിനാൽ നിങ്ങൾ ഒറ്റയ്ക്കോ കൂട്ടായോ, ഇന്ത്യ മുന്നണിയാണല്ലോ, നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിലേതെങ്കിലും ഒരു ചെറിയ ആവശ്യം നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ആ നിമിഷം മുതൽ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങാം എന്ന് ഞാനിതാ വാക്ക് പറയുകയാണ്. കേൾക്കുന്നവർക്കൊക്കെ ഇതിൻ്റെ കൂടെ കൂടാവുന്നതാണ്. രാഹുൽ ഗാന്ധിയോടും അതേപോലെ തന്നെ ബ്രിട്ടാസിനോടും റഹീമിനോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഉന്നയിച്ച ഒരാവശ്യവും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് CJP എന്ന ഓൺലൈൻ കൂട്ടായ്മയുടെ ആവശ്യങ്ങൾ മാത്രമാണ്. അത് നേടിയതിനാൽ അവർ തിരിച്ചുപോയി. അതിനാൽ അവർ സമരം നിർത്തിക്കോട്ടെ. പക്ഷേ ധാർമ്മികമായോ അല്ലാതെയോ നിങ്ങൾക്ക് സമരം നിർത്താനുള്ള യാതൊരു സമയമായിട്ടില്ല. ദയവായി സമരമായിട്ട് മുന്നോട്ട് പോവുക. ഞങ്ങൾക്ക് നിങ്ങളുടെ ശക്തി എന്താണ് എന്നറിയാൻ അതിയായ ആഗ്രഹമുണ്ട്.